ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി മേക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇൻഷാല്ല കുറച്ച് തിരക്കായിപ്പോയതുകൊണ്ടാണ്. ഇൻഷാല്ല ഇന്ന് നമ്മളൊരു തിയാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഇൻഷാല്ല ഈ ഒരു തിയാര ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയതാണ്. ഒരു സാധാ ബീഡ്സിൽ, നമ്മുടെ വൈറ്റ് ബീഡ്സിലും ഫ്ലവർ ബീഡ്സും വെച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയൊരു തിയാര ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിയർ വയർ ഒരു 2 മീറ്റർ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നിട്ട് ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വിരൽ വെച്ചാണ് ഞാനതിനെ ഹുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ 2ആയിട്ട് പിരിച്ചെടുത്തതിൽ നിന്ന് ഒന്നിലാണ് ഞാൻ ഈ ബീഡ്സ് കൊരുക്കുന്നത്. ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ചെറിയ ബീഡ്സാണ്. അപ്പോൾ ഈ ബീഡ്സ് എല്ലാം ഏകദേശം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ സെയിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരവസ്ഥ. ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് തന്നെ സെയിലൊന്നും നടക്കുന്നില്ല. അപ്പോൾ സെയിലിൻ്റെ കാര്യം പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ 2-3 പ്രാവശ്യം ഈ ഒരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ 2 ലെയറുകളായിട്ട് എടുത്തതിൽ നിന്ന് ഒരു കമ്പി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ 3 ഇതളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 4 ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തിട്ട് ഞാനതിനെ പിരിച്ചിട്ട് ഒരേ അളവിൽ, കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ഇരിക്കണം. എന്നിട്ട് നടുവിലായിട്ട് വെച്ചിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ്. നമ്മളെ സാധാ ക്രിസ്റ്റൽ, വെയിറ്റ് കുറഞ്ഞൊരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നല്ല തിളക്കമാണ് ആ ഒരു ബീഡ്സ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ സെൻറ്ററിലായിട്ട് നടുഭാഗത്തായിട്ട് നമ്മുടെ ഫ്ലവറും പിന്നെ അതിൻ്റെ നടുവിലൂടെ ക്രിസ്റ്റൽ ബീഡ്സും കടത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കടത്തുന്നുണ്ട് ഞാൻ. അപ്പോൾ കടത്തിയതിന് ശേഷം അത് നല്ലതുപോലെ നമ്മൾ ഈ ക്രിസ്റ്റൽ വയർ നമ്മുടെ ഈ ഒരു ഗിയർ വയർ നമ്മൾ ടൈറ്റ് ആക്കുന്നതിൽ നല്ലപോലെ ടൈറ്റാക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതവിടെ ഇരിക്കില്ല. അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ ഉണ്ട്. അപ്പോൾ 3 ഇതളുകളും ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ഒരു ഫ്ലവർ നടുവിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ആ അടിഭാഗം വെച്ച് നല്ലതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലേ അവിടെ ടൈറ്റായിട്ടത് ഇരിക്കുകയുള്ളൂ. അതേ മെത്തേഡ് തന്നെ ഇപ്പുറത്തും ചെയ്യാം. നമ്മളെ ഇപ്പുറത്തുള്ള കമ്പിയിൽ നമുക്ക് ചെയ്യാം. ഏത് കമ്പിയാണ് കുറഞ്ഞു വരുന്നത് നിങ്ങൾ നോക്കുക. കുറഞ്ഞു വരുന്ന കമ്പിയിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. കൂടുതലുള്ള കമ്പിയിൽ കൂടുതൽ നമ്മൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കത് ചെയ്യുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നേരത്തെ കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ് വീണ്ടും ഇവിടെ ഞാൻ കാണിക്കുന്നത്. വീണ്ടും ആ ഒരു കമ്പിയിൽ തന്നെയാണ് ഞാൻ വീണ്ടും ബീഡ്സുകൾ കൊരുക്കുന്നത്, ക്രിസ്റ്റൽ ബീഡ്സ് കൊരുക്കുന്നത്. അപ്പോൾ 2 കമ്പിയിൽ നിന്നും ഒരു കമ്പി നമ്മൾ വേറിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാറി മാറി ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ അളവിലും കിട്ടുകയും വേണം. അതുപോലെ ഒരേ അകലം, ഒരേ അളവ്, ബീഡ്സ് തന്നെയും ഒരേ അളവായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരേ ലെവലിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നീട് അതും നല്ലപോലെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് നടുവിൽ മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ വലിയ ബീഡ്സ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും ചെയ്യാം. വൈറ്റ് കുറച്ചും കൂടി നല്ല ഭംഗിയാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ലതുപോലെ പിരിച്ചു കൊടുക്കുക. ഓക്കെ, പിരിച്ചു കൊടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മുടെ ആ കമ്പി വളഞ്ഞ് ചുറ്റി താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി അതിനെ പിരിച്ചു കൊടുക്കുക. താഴെ ആ 2 കമ്പിയും കൂടി പിന്നീട് ഒരുമിച്ച് ചേർത്ത് പിരിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ, അതിൻ്റെ നടുവിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്സ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സമയം ഒരു കമ്പിയിൽ മാത്രമേ ഞാനത് കൊരുത്തിട്ടുള്ളൂ. ഒരു കമ്പി മീതെ അതിൻ്റെ പുറത്തുകൂടി കൊണ്ടുവന്നിട്ടാണ് ഞാനത് അതായത് പിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ വീണ്ടും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മെത്തേഡ് മനസ്സിലാകും. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും ഫ്ലവർ ഞാൻ അവിടെ നടുവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് വീണ്ടും ക്രിസ്റ്റൽ ബീഡ്സ് കൊരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരേ അകലം വേണം. ഒന്ന് ഒരുപാട് ദൂരെയും ഒന്ന് അങ്ങനെ പല അളവുകളായി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഈ തിയാരയ്ക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മൂവ് ആവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു തിയാര എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള ഓൺലൈനിൽ കൂടി നമ്മൾ വാങ്ങുന്ന ആൾക്കാർ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഇത് മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണം 500 രൂപയും 300, 400 രൂപയ്ക്കൊക്കെ ഉള്ള റേറ്റിലുള്ളതുണ്ട്. അപ്പം നമ്മളിതുപോലെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെയിൽ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഓർഡർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കലാപരമായിട്ട് നമ്മൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ശരിയാവുന്നില്ല എന്നുള്ളതല്ല നമ്മുടെ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായം എന്നുള്ളത്. ശരിയാകും. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുമ്പം ആദ്യത്തേക്കാൾ രണ്ടാമത് ചെയ്യുന്നത് നല്ല ഭംഗിയിൽ വരും, മൂന്നാമത് ചെയ്യുന്നത് അതിനേക്കാൾ ഏറെ ഭംഗിയായി വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ അടുത്ത് എല്ലാ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതായത് നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള നമ്മുടെ അതായത് നമ്മുടെ ബാൻഡ് ഉണ്ടല്ലോ, നെയിലോൺ ബാൻഡ്, അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ മെറ്റീരിയൽസും എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഹെയർ ബണ്ണുകളും ഉണ്ട്, അത്യാവശ്യം ബണ്ണുകളും ഒക്കെ ഉണ്ട്. ബീഡ്സുകളും അത്യാവശ്യം എല്ലാ ഐറ്റം ബീഡ്സുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പുതിയതായിട്ട് മെറ്റീരിയൽസ് എടുക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് മെറ്റീരിയൽസ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽസ് ഒന്നും തീരാതെ ഞാൻ വീണ്ടും പിന്നെ സാധനം അല്ലെങ്കിൽ മെറ്റീരിയൽസ് എടുത്തിട്ട് കാര്യമില്ല, കാരണം എനിക്കത് വീണ്ടും നഷ്ടത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ 2-3 മാസമായിട്ട് സെയിലൊന്നും നടക്കാത്തതിലുള്ള പ്രയാസമാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ഈ നഷ്ടം വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളത് കൊണ്ട് വീണ്ടും സാധനം എടുക്കുന്നില്ല ഇപ്പോൾ. ഇൻഷാ അല്ലാ റമദാന് ശേഷം ആകെ ഒരു തവണയാണ് ഞാൻ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത് മാക്സിമം എല്ലാ മെറ്റീരിയൽസുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള മെത്തേഡിൽ തന്നെ നിങ്ങളങ്ങ് തുടർന്ന് ചെയ്യുക. ഓക്കെ, നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഒരു ലെയറിലെടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഇതളുകൾ ആദ്യം ഉണ്ടാക്കാം. എന്നിട്ട് ഇതളുകൾക്ക് ശേഷം ഒരു ഫ്ലവർ നടുവിൽ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ 2 ഭാഗത്തായിട്ടും ഈ 3 വെച്ച് ഇതളുകൾ നമുക്ക് 2 സൈഡിലായിട്ട് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഫ്ലവറും നടുവിൽ വെച്ച് കൊടുക്കാം. ഏത് രീതിയിലും വെക്കാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഒരു സൗകര്യപ്രദമായ രീതിയുണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ നടുവിൽ ഫ്ലവർ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെയുള്ള മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, ഇത് വലിയ പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തതെങ്കിലും എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനും എനിക്ക് പറ്റി. അൽഹംദുലില്ലാ, ഞാൻ കുറേ ചെയ്തെടുത്തു അതുപോലെ. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ആദ്യമായിട്ട് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് തിയാര ഉണ്ടാക്കുന്നത്. കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്കൊരു മേക്കിംഗ് വീഡിയോ ഇതുപോലെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ തിയാര ഉണ്ടാക്കാൻ അറിയില്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയ വെച്ച് ഞാനും ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ. ഓക്കെ,
പിന്നെ നമ്മൾ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ടും ആരും ഒന്നും വാങ്ങുന്നില്ല. അതാണ് ഒരു വിഷമമെന്ന് പറഞ്ഞാൽ. വീണ്ടും വീണ്ടും പുതിയ പുതിയ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് തീരെ പോകാതെ വരുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എൻ്റെ മെറ്റീരിയൽസ് എല്ലാം അവിടെ ഇരുന്നിട്ട് എനിക്ക് എന്ത് നഷ്ടം വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ബീഡ്സുകളും പുതിയതായിട്ട് എടുക്കാൻ പോകുന്നില്ല. കാര്യം എല്ലാവരും ചിലപ്പോൾ ഒരാൾ പറയുന്നത് ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു മോഡലായിരിക്കും. അപ്പോൾ ആ ആൾ പറയുന്നത് കേട്ടിട്ട് ഞാനത് എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ആൾ മാത്രം വാങ്ങിയിട്ട് പോകും, ബാക്കി അവിടെ ഇരിക്കും. മിക്കപ്പോഴും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ ലെറ്റേഴ്സ് എടുക്കാൻ ഭയങ്കര ധൃതിയായിരുന്നു എല്ലാവർക്കും. അതുപോലെ ലെറ്റേഴ്സ് എടുത്തപ്പോൾ ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ പല രീതിയിലുള്ള മെറ്റീരിയൽസുകളും ഇതുപോലെ ആവശ്യപ്പെട്ടത് കാരണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇവിടെ വെറുതെ ഇരിക്കുന്നുമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ എന്തായാലും ഇനി മുന്നോട്ട് മെറ്റീരിയൽസ് എടുക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. സെയിൽ ആവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് എടുക്കും, നല്ല രീതിയിൽ സെയിൽ കൊണ്ടുപോകാനും നോക്കും ഇൻഷാ അല്ലാഹ്. എന്താണ് പറയുക, പലരും പല വെറൈറ്റിയും ട്രെൻഡിങ്ങും നോക്കിയിട്ട് പലയിടത്തും പോയി സാധനം മേടിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏകദേശം ക്രിസ്റ്റലൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. ഇപ്പം നമ്മുടെ കോപ്പർ ബോയിൽ കൊരുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈ ചെയിനൊക്കെ ഉണ്ടാക്കുന്ന ബീഡ്സിന് വേണ്ടിയിട്ടാണ് ആളുകൾ പരക്കം പാഞ്ഞ് ഓടുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ എനിക്ക് സെയിൽ ആയില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ എടുക്കാനും പോണില്ല. അപ്പം ഇൻഷാ അല്ലാഹ് ഉള്ളത് തന്നെ ഒരുപാട് ബീഡ്സുകൾ, ഹാർട്ട് ബീഡ്സ്, പേസ്റ്റൽ ബീഡ്സിൻ്റെ പല ടൈപ്പുകൾ, ഒരുപാട് മോഡലുകൾ പാക്കറ്റ് പൊട്ടിക്കാതെ പോലും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയും ഞാൻ പല വെറൈറ്റി ബീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം സാമ്പത്തിക നഷ്ടം എനിക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. താല്പര്യപ്പെടുന്നെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ റേറ്റ് കുറച്ചാണ് ഞാൻ മെറ്റീരിയൽസൊക്കെ മാക്സിമം കൊടുക്കാറുള്ളത്. മാത്രവുമല്ല പലയിടത്തു നിന്നും മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം ഇല്ല, അവരുമായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. കാരണം നമ്മൾ അതിൻ്റെ ആ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നായാലും കൊറിയർ ഓഫീസിൽ നിന്നായാലും നമ്മൾ അവർക്ക് സ്ലിപ്പൊക്കെ കൊടുത്തുകൊണ്ട് അത് ചെക്ക് ചെയ്തുകൊണ്ട് അത് എവിടെ എത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ കൂടെ നിന്ന് നമ്മളത് സപ്പോർട്ട് ചെയ്ത് അത് നമ്മൾ അന്വേഷിക്കാനും ഒക്കെ തയ്യാറായിട്ട് പോലും അത്രയും നല്ല രീതിയിൽ ഇടപെട്ടിട്ട് പോലും നമുക്ക് നമ്മുടെ നിന്ന് മെറ്റീരിയൽസ് വാങ്ങാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരുടെയും ആവശ്യപ്രകാരം ഞാൻ പുതിയ മെറ്റീരിയൽസ് എടുക്കാനും പോകുന്നില്ല. അപ്പോൾ ഹെയർ ബാൻഡ്, പിന്നെ ടിക് ടാക്ക്, അലിഗേറ്റർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതെന്തായാലും എപ്പോഴും ഒരുപോലെ ആവശ്യക്കാരുണ്ടാവും. അതുകൊണ്ട് ആവശ്യക്കാരുണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് മേടിക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ ബീഡ്സ് മാത്രം തപ്പി പോകാൻ എനിക്കിനി കഴിയില്ല. കാരണം ഒരുപാട് ആവശ്യപ്പെട്ടത് കാരണത്താൽ ഹാർട്ട് ബീഡ്സ്, പേസ്റ്റൽ ബീഡ്സ് തന്നെ പല ടൈപ്പ് ഗ്ലാസ് ബീഡ്സ് ഇതെല്ലാം ഞാനിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതിയിൽ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി വീണ്ടും എടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ വളരെ പ്രയാസത്തിലുമാണ് പോകുന്നത്. അപ്പം ഇനി അത് കടക്കാരിയാകാനും കൂടി എനിക്ക് വയ്യ. അപ്പം ഞാൻ എടുത്ത ഷോപ്പിൽ കുറച്ച് ക്യാഷ് കൊടുക്കാനും ഉണ്ട്. അപ്പോൾ എനിക്ക് സെയിലാവാതിരുന്നാൽ ആ കടം കൂടി എനിക്ക് തീർക്കാനായിട്ട് കഴിയില്ല. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ തിയാരയുടെ മേക്കിംഗ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പിരിച്ചു കൊടുക്കുന്ന സമയം നല്ലതുപോലെ പിരിച്ചു കൊടുക്കണം. അതിലൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഡ്സിനനുസരിച്ച് അതായത് നമ്മുടെ ഗിയർ വയർ നല്ല കളർ നോക്കി എടുക്കുക. ക്രിസ്റ്റലിന് പ്രത്യേകിച്ചും ചേരുന്നത് സിൽവർ കളറും ഗോൾഡൻ കളറും ഒക്കെ ചേരും. എന്നാലും ഏറ്റവും നല്ല കളർ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക. ഏതായിരിക്കും നമ്മളെ ബീഡ്സിനൊത്ത കളർ എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അവസാനം നമ്മൾ ഈ 2 ഗിയർ വയർ കൂടി ഒരുമിച്ച് കൂട്ടി ഇതുപോലെ പിരിച്ച് നമ്മൾ ഹൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. കാരണം ബിഗിനേഴ്സിനാണ് വീണ്ടും സംശയം വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തിയാര ചെയ്യുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലാസ്റ്റ് എൻഡ് വരുന്ന സമയത്ത് ഞാൻ അവിടെ നല്ലതുപോലെ പിരിച്ചെടുക്കുന്നുണ്ട്.
ആ പിരിച്ചിട്ട് ഞാൻ നമ്മുടെ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഹൂപ്പ് ഉണ്ടാക്കുകയാണ് ഉണ്ടോ ഈ രീതിയിൽ. ഓക്കെ, എന്നിട്ട് അത് നല്ലതുപോലെ പിരിച്ച് അവിടെ കൊണ്ട് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മുടിയിലാണ് ഈ സാധനം വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഹെയറിലേക്ക് കമ്പി കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ പ്ലെയറിട്ട് കട്ട് ചെയ്ത് കത്രികയ്ക്കോ പ്ലെയറിനോ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം ഏതെങ്കിലും ഒരു കുറച്ച് തള്ളി നിന്ന് കഴിഞ്ഞാൽ മുടിയിൽ ഹെയറിൽ കൊള്ളാനിടയാവരുത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലപോലെ കട്ട് ചെയ്തതിന് ശേഷം അത് പ്ലെയർ വെച്ച് തന്നെ ഞാനത് നല്ലപോലെ ഫിനിഷ് ആക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട്, അതായത് അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് പ്ലെയർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹെയറിൽ കൊള്ളാൻ സാധ്യത വളരെ കുറവാണ്. നല്ല രീതിയിൽ അവിടെ പതിഞ്ഞിങ്ങനെ ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ആ 2 ഹൂപ്പിൽ കൂടി പിന്നി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കറുത്ത തലയിൽ കുത്തുന്ന ഹെയർ ചെറിയ സ്ലൈഡ് പോലെയുള്ള സംഭവം ഉണ്ടാവുമല്ലോ, അത് കുത്തിയിട്ടാണ് നമ്മൾ ഈ സാധനം ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇൻഷാല്ല നമ്മൾ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കഴിയുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് പെർഫെക്റ്റായി തീരുന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയായി എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പം നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല റേറ്റാണ് ഇതിന്, കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളും നല്ല രീതിയിൽ നല്ല റേറ്റിൽ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.